മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞ് ഹൈക്കമാൻഡ്. എൽദോസിനെതിരായ കേസ് ഈ മാസം 26-ന് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഉല്ലാസ് തോമസ്, മനോജ് മൂത്തേടം എന്നീ പേരുകൾ പരിഗണനയിൽ. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഉല്ലാസ് മൂത്തേടം അടക്കമുള്ള ആളുകളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് വരികയും അദ്ദേഹം ഏതാണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ തീരുമാനം ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഇന്ന് CC പരിഗണിച്ചപ്പോഴാണ് ഇത്തരം ഒരു കേസ് അടുത്ത ദിവസം തന്നെ പരിഗണനയ്ക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും 26-ന് കേസ് പരിഗണിക്കുമ്പോൾ അത് വലിയൊരു വാർത്തയായിട്ട് വേണം. ലൈംഗിക അതിക്രമത്തിലുള്ള ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം അത് വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായി മാറിയേക്കാമെന്നൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പുനർചിന്തനം ഉണ്ടായത്. നേരത്തെ തടഞ്ഞു വെച്ചെങ്കിലും പിന്നീട് CCയിൽ വളരെ പ്രധാനപ്പെട്ട സമ്മർദ്ദം കൊണ്ട്, കാരണം നേരത്തെ ഐ ഗ്രൂപ്പുകാരന് രമേശ് ചെന്നിത്തലയോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയായിരുന്നു എൽദോസ്. അതുകൊണ്ട് തന്നെ ഇത്തരൊരു സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും സീറ്റ് നൽകാം, അദ്ദേഹത്തോട് പ്രചരണ പ്രവർത്തനം ആരംഭിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എൽദോസ് കുന്നപ്പള്ളി നേരത്തെ അറിയിച്ചിരുന്നത് കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ പരിഗണിക്കുള്ളൂ എന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ കേസ് പരിഗണിക്കുന്നത് ഈ മാസത്തോടെ 26-ന് തന്നെ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് CCയിൽ ഇത്തരമൊരു തീരുമാനം വന്നത്. സ്ഥാനാർത്ഥിത്വം താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. പകരം പേരുകൾ പരിഗണിക്കാൻ തുടങ്ങുന്നു. ഉല്ലാസ് തോമസ്, അതുപോലെ മനോജ് മുത്തടം, ഇവർ രണ്ടുപേരും ഐ ഗ്രൂപ്പുകാരാണ്. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഐ ഗ്രൂപ്പിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാൽ ഉല്ലാസിന് ഇവരെ തന്നെ പരിഗണിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുന്നത്. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് 26-ന് ഈ കേസ് ലിസ്റ്റ് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിനിടെ ഇത്തരമൊരു കേസ് വന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ വഴിമാറും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് എൽദോസിന് സീറ്റ് ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി CEC കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുകയാണ്. നേരത്തെ 12 മണിക്ക് ആരംഭിച്ച യോഗത്തിൽ രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, അതേപോലെ തന്നെ ദീപാദാസ് മുൻഷി, അതേപോലെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതേപോലെ കേരളത്തിൽ നിന്നുള്ള PCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ മുഴുവൻ പേരുകളിലും ഏകദേശ ധാരണയുണ്ടാകും. 70 എണ്ണത്തിൽ ഇന്ന് 2 മണിയോടുകൂടെ പ്രസിദ്ധീകരണം ഉണ്ടാകും, അല്ലെ പുറത്തിറക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും അടിയന്തരമായി കേരളത്തിന്റെ കാര്യത്തിൽ CEC ബുധനാഴ്ച ഇരിക്കാം എന്ന് പറഞ്ഞ CEC ഇന്ന് 12 മണിക്ക് തന്നെ യോഗം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ. ഈ യോഗത്തിലാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് തിരിച്ചടിയാകുന്ന അദ്ദേഹത്തെ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ ക്ലിയർ ചെയ്ത സ്ഥാനാർത്ഥിത്വം സ്റ്റേ ചെയ്യാനല്ല മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്തരം തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായും ഈ ബലാത്സംഗ കേസ് കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, പരിഗണനയ്ക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം CEC എടുത്തത്. ഹർഷൻ, പെരുമ്പാവൂർ ജിഷ കൊലപാതകത്തിന് ശേഷം തൊട്ടുപിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന സാജു പോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2 ടേമായി തുടർച്ചയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് എൽദോസ് കുന്നപ്പള്ളി ആയിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ 3-ാം ടേമിൽ മത്സരത്തിനായി തയ്യാറെടുക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. പാലക്കാട് മണ്ഡലത്തിൽ സംഭവിച്ചതിന് ഏതാണ്ട് സമാനമായ സാഹചര്യം പെരുമ്പാവൂരിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തടഞ്ഞിരിക്കുന്നു. അവിടെ മനോജ് മൂത്തേടം അടക്കമുള്ള അല്ലെങ്കിൽ ഉല്ലാസ് തോമസ് അടക്കമുള്ള നേതാക്കളെ പരിഗണിക്കുന്നു, ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കളെ പരിഗണിക്കുന്നു. മനോജ് മൂത്തേടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നയാളാണ്. ആ നിലയ്ക്ക് ആളുകളെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പുതിയ സാഹചര്യം. ഈ കാര്യത്തിൽ ഈ പുതിയ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്ന കാര്യത്തിൽ ആരുടെ താല്പര്യങ്ങളായിരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടുക എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ ശരത്ലാൽ, ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റിന് സീറ്റില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏത് മണ്ഡലത്തിലാണ് ഷിയാസിനെ പരിഗണിക്കുക എന്നുള്ള പ്രശ്നം നിലനിന്നിരുന്നു. അപ്പോൾ ഷിയാസിന്റെ പേര് കൂടി ഈ പെരുമ്പാവൂർ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ വരുന്നു എന്നുള്ള സ്ഥിതിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ?
അതെ, കാരണം മുഹമ്മദ് ഷിയാസിന് എറണാകുളത്തും പെരുമ്പാവൂരും എറണാകുളത്തും ലാറ്റിൻ കത്തോലിക്ക വളരെ ശക്തമായി ഷിയാസിന് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പെരുമ്പാവൂരിലേക്ക് അദ്ദേഹം പരിഗണിക്കാൻ ഇടയുണ്ട് എന്നൊരു വാർത്ത. ആരെയാണ് പരിഗണിക്കുന്നത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഐ ഗ്രൂപ്പ്, അതായത് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ തന്റെ തീരുമാനം പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരാണ് ഐ ഗ്രൂപ്പുകാരാണ്, പഴയ ഐ ഗ്രൂപ്പുകാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ആരാണ് പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ ചർച്ചയിൽ നടക്കുന്നത്. ഏതായാലും അല്പസമയം കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. ഹർഷൻ, റൈറ്റ്, ഐ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും സീറ്റ് നിർണയം ഉണ്ടാവുക എന്ന് പറയുന്നു. അപ്പോൾ ഗ്രൂപ്പ് താല്പര്യങ്ങൾ എന്തായാലും ശക്തമായി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന നിലയ്ക്ക് കൂടി പരിഗണിക്കുന്ന ഷിയാസിനെ പെരുമ്പാവൂരിലേക്ക് പരിഗണിക്കുമോ, അതോ മനോജ് മൂത്തേടം അടക്കമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഉല്ലാസ് തോമസിന്റെ പേര് ഒക്കെ ആയിരിക്കുമോ പരിഗണിക്കപ്പെടുക എന്നത് തന്നെയാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ശരത്ലാൽ, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് ഈ ഏതാണ്ട് 70 സീറ്റുകളോളം ഈ ഒറ്റയടിക്ക് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടല്ലേ? വളരെ വേഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ന് തീരുമാനങ്ങൾ എടുത്തു പോകുന്നുണ്ടല്ലേ? അതെ, ഇന്ന് വളരെ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കും. ഈ തീരുമാനം എടുക്കേണ്ട നിർബന്ധമാണ്. ഇന്ന് വൈകിട്ട് 10 മണിക്ക്, വൈകിട്ട് 8 മണിയോടെ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുമ്പേ തന്നെ CEC കഴിയുക, തെരഞ്ഞെടുപ്പ് 70 അംഗ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അതുമാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് വിളിച്ച് തന്നെ ഐഷ പോറ്റി, ഉമാ തോമസ് തുടങ്ങിയ എല്ലാ നേതാക്കളെയും നേരിട്ട് തന്നെ വി.ഡി. സതീശനും അതേപോലെ KPCC അധ്യക്ഷനും വിളിച്ചു പറഞ്ഞ് പ്രചരണ രംഗത്ത് ഇറങ്ങണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും റോഡ് ഷോ നടത്താൻ വേണ്ടി അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ആൽവിൻ തോമസ് കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം കൂടുതൽ വിശദമായ വിലയിരുത്തലുകളുമായി. ആൽവിൻ, ഇതിലിപ്പോ വളരെ കൗതുകകരമായ ചില നീക്കങ്ങളും ട്വിസ്റ്റും ഒക്കെയാണ് സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ. അതിൽ പ്രത്യേകിച്ച് നേരത്തെ പല മണ്ഡലങ്ങളുടെയും കാര്യങ്ങളിൽ ഈ മട്ടിൽ തന്നെയുള്ള ചർച്ചകളിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ഇപ്പോൾ സിറ്റിംഗ് MLAക്ക് സീറ്റില്ല എന്നുള്ള ഒരു സ്ഥിതി പെരുമ്പാവൂരിലുണ്ടായിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് 26-ാം തീയതി പരിഗണിക്കുക കൂടിയാണ് എന്നുള്ള സാഹചര്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ മാറ്റമുണ്ടാകുന്നു. ഈ മനോജ് മൂത്തേടം, മുഹമ്മദ് ഷിയാസ്, ഉല്ലാസ് തോമസ്, ഈ 3 പേരുകളിൽ ആരെയായിരിക്കും അവിടെ പരിഗണിക്കാൻ സാധ്യത? എന്തെല്ലാമായിരിക്കും അവിടെ പരിഗണനാർഹമായി പരിശോധിക്കുന്ന വിഷയങ്ങൾ? നമുക്കറിയാവുന്നതുപോലെ തന്നെ കുന്നപ്പള്ളിയുടെ പേരിൽ മുമ്പ് ആദ്യഘട്ടത്തിൽ കടന്നു വന്നപ്പോൾ തന്നെ ഈ പരാതിയുടെ ചർച്ചകൾ കടന്നു വന്നിരുന്നു. ഈ സ്വാഭാവികമായും ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടമാണെങ്കിൽ അത് വലിയ വിധത്തിൽ ദൂഷ്യം ചെയ്യുമെന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വന്നുവരുന്നെങ്കിൽ പിന്നീട് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഇല്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ആ പേര് ഐ ഗ്രൂപ്പ് ശക്തമായി തന്നെ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അവിടെ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ ഈ ഘട്ടത്തിൽ മത്സരിപ്പിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാകും മണ്ഡലത്തിൽ എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഐ ഗ്രൂപ്പ് അതിന് തയ്യാറായിരുന്നില്ല. ഐ ഗ്രൂപ്പിൻ്റെ MLA കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി. നമുക്കറിയാവുന്നതുപോലെ ഐ ഗ്രൂപ്പ് ശക്തമായി വാദിച്ചുവെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ കൂടി മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തിരിച്ചടി ഉണ്ടാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മുഹമ്മദ് ഷിയാസിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും വി.ഡി. സതീശനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. എറണാകുളത്തിൻ്റെ DCC അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ മനോജ് മുത്തേടൻ്റെ പേരും അവിടെ സജീവമായി പരിഗണനയിലുണ്ട്. മനോജ് മുത്തേടൻ RC കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. സ്വാഭാവികമായും പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് യാക്കോബായ വിഭാഗവും അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിനും വലിയ തോതിൽ അവിടെ വോട്ട് ഉള്ള മണ്ഡലം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഷിയാസിൻ്റെയും മനോജ് മുത്തോടിൻ്റെയും പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കുന്നപ്പള്ളി മാറി നിൽക്കുമ്പോൾ പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഉല്ലാസ് തോമസ്. ഉല്ലാസിൻ്റെയും പേര് വരുമ്പോൾ ഉല്ലാസ് മുൻ എറണാകുളത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മനോജ് മുത്തോടൻ ഇപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇത്തരം പരിഗണനകളൊക്കെയും വരുന്നുണ്ട് എങ്കിൽ പോലും മുഹമ്മദ് ഷിയാസിനായി വി.ഡി. സതീശൻ ആഞ്ഞ് പേര് നിർദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് ഷിയാസ് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായാൽ നമുക്കത് അത്ഭുതപ്പെടാൻ കഴിയില്ല. മുഹമ്മദ് ഷിയാസിനെ എറണാകുളത്ത് തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ തന്നെ സതീശൻ അടുത്ത വൃത്തങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും പേരുകൾ ചർച്ചയ്ക്ക് വരികയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ സാമുദായിക കമ്മ്യൂണിറ്റി സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്വാഭാവികമായി റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിൽ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സതീശൻ മുഹമ്മദ് ഷിയാസിനെ തന്നെ
തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ പേര് പ്രസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് മനോജ് മുത്തേടൻ്റെയും അതോടൊപ്പം തന്നെ ഉല്ലാസിൻ്റെയും പേരുകളാണ്. മനോജ് മുത്തേടൻ ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ പേരുകളും വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അവസാന ഘട്ടത്തിലാണ് ഇത്തരം ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എങ്കിൽ ഒരുപക്ഷെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസോ അല്ലെങ്കിൽ മനോജ് മുത്തേടനാകാം ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിലേക്ക് അവസാന അന്തിമ പട്ടികയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ നേതാക്കന്മാർ എന്ത് തീരുമാനമെടുക്കുന്നു? VD സതീശൻ സ്വാഭാവികമായും അദ്ദേഹം എറണാകുളം മണ്ഡലത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിനായി അദ്ദേഹം കൂടുതൽ വാദിക്കുമെന്നുള്ള ഉറപ്പാണ്. ആൽവിനെ ഈ നമ്മളിപ്പോൾ കൊച്ചി മണ്ഡലത്തിൽ ഷിയാസിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ വന്നതാണ്. പക്ഷേ അവിടെ ലത്തീൻ സഭയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അത് ഒഴിവാകുന്ന സാഹചര്യമുണ്ടായി. എറണാകുളം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചതാണ്. ഇങ്ങനെ പല മണ്ഡലം ഇപ്പോൾ മറ്റ് ലീഗുമായി ഒരു വെച്ചുമാറ്റം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ആ നിലയ്ക്ക് കളമശ്ശേരിയിൽ പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച പല വഴിക്ക് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോൾ മുഹമ്മദ് ഷിയാസിന് തൽക്കാലം മത്സരിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് എന്ന നിലയ്ക്ക് പെരുമ്പാവൂർ വന്നതുകൊണ്ട് അവിടെ ഉറച്ചൊരു നിലപാട് സ്വീകരിക്കുകയും ഒരുപക്ഷെ ഈ വിഷയത്തിൽ ആത്യന്തികമായി എല്ലാ സീറ്റുകളുടെയും നിർണയത്തിൽ ഈ MLA-മാരെ ഒപ്പം നിർത്തണമെന്നുള്ള ആഗ്രഹം ഒക്കെ നേതാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും നേതാക്കന്മാർ അവരുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് വാങ്ങിച്ചു നൽകുക എന്നുള്ളത് കോൺഗ്രസിൽ കാലാകാലങ്ങളായി നടക്കുന്ന സംഭവമാണ്. ഇത്തവണയും അതിലൊന്നും മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ള. പക്ഷേ ജയസാധ്യത എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് എല്ലായിടങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത്. ആ ജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ പേരുകളും പരിഗണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിൻ്റെ പേര് പലയിടങ്ങളിലും നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. മുഹമ്മദ് ഷിയാസിനെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ VD സതീശനടക്കം ഉണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലെയും സാമുദായിക പ്രശ്നങ്ങൾ പരിഗണിച്ച് അല്ലെങ്കിൽ സാമുദായിക നിലപാടുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് ഷിയാസിൻ്റെ പേര് മാറിപ്പോയത്. അപ്പോഴാണ് ഈ ഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്ന തരത്തിലേക്ക് വരുന്നത്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം വിഭാഗം വലിയ തോതിലുള്ള ഒരു മണ്ഡലം കൂടിയാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെ ഇപ്പോൾ ഇവിടെ പരിഗണിക്കുക എന്നതാണ് സതീശൻ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ സതീശൻ ആ പേരിന് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. മനോജ് മുത്തേടൻ്റെ പേരും ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്കുണ്ട്. പക്ഷേ മനോജ് മുത്തേടൻ RC വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മനോജ് മുത്തേടൻ ആ മണ്ഡലത്തിലേക്ക് വരുന്നതിലും ഉചിതമായിരിക്കും മുഹമ്മദ് ഷിയാസിൻ്റെ വരവ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർക്കിടയിലുള്ള ചില സംസാരങ്ങളായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പേരിലൊരു തീരുമാനമുണ്ടാകും. ഒരു അവസാന പേര് അല്ലെ അന്തിമ ഘട്ടത്തിലേക്ക് അന്തിമ പേര് എന്ന നിലയിലേക്ക് കാര്യങ്ങളുണ്ടാവും. വൈകുന്നേരത്തോടു കൂടി തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഏതാണ്ട് 70ഓളം പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ട്വിസ്റ്റുകൾ നിരവധി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല.